ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല നീ. ഏട്ടന് ഇഷ്ടമായെങ്കിൽ അയാളോട് വരാൻ പറയട്ടെ. പക്ഷേ ജയകൃഷ്ണന്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കണം. അത് വേണ്ട മോളെ. എല്ലാ ഏട്ടന്റെ ഏട്ടത്തിയുടെ ഇഷ്ടം. സത്യം ഞാനൊന്ന് പറയൂ അല്ലേ? ആരാടാ പായസത്തിൽ വിഷം കലർത്തിയത്? ആരാണെന്ന്? ഞാൻ നീയാണോ? ആര് പറഞ്ഞിട്ടാണ് നീ വിഷം കലർത്തിയത്? അത് പിന്നെ പറടാ. ക്രിസ്റ്റഫർ മുതലാളി. ക്രിസ്റ്റഫർ? എന്നിട്ട് അതിന്റെ പഴി ജയകൃഷ്ണൻ അല്ലടാ? കഥാപ്രസംഗം വേണ്ട. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പറയാനുള്ളത് എനിക്കല്ല, ഇവനാ. പറടാ. പറയാൻ. ക്ഷമിക്കണം മായക്കുഞ്ഞെ, പായസത്ത് വിഷം ചേർത്തത് ജയകൃഷ്ണ സാറല്ല, ഞാനാ. ആ ക്രിസ്റ്റഫറാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. അപ്പൊ ജയകൃഷ്ണ സാർ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ക്രിസ്റ്റഫർ പറഞ്ഞതുപോലെ അവിടെ ഒരു കൂട്ടമരണം നടക്കുമായിരുന്നു. എന്റെ ഈശ്വര! തെറ്റിയിട്ട് ഈശ്വരനെ വിളിച്ചാൽ ജയകൃഷ്ണൻ നിങ്ങളുടെ വീട്ടിലിട്ട് തല്ലിച്ചന് പരിഹാരമാവില്ല. നിങ്ങളവനെ സ്നേഹിക്കണമെന്നും ഞാൻ പറയില്ല. പക്ഷേ നിങ്ങളെപ്പോലെ മനസാക്ഷിയില്ലാത്തൊരു പെടിനെ സ്നേഹിച്ചതിന് ഇത്രയ്ക്കും ക്രൂരമായിട്ട് പീഡിപ്പിക്കണമായിരുന്നു അവനെ. പക്ഷേ എന്താന്നറിയില്ല, ഇത്രയും നാളും ഇല്ലാതിരുന്ന വല്ലാത്തൊരു വീർപ്പുമുട്ടല മനസ്സ് നിറയെ. ഇത്രയും തല്ലുകിട്ടിയിട്ടും എന്തിനാണ് അയാൾ എന്നെ സ്നേഹിക്കുന്നത്? വരരുതെന്ന് പറഞ്ഞിട്ടും എന്തിനാണ് അയാൾ കൂടെ കൂടെ കാണാൻ വരുന്നത്? ശരി ഏതാ തെറ്റേതാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ചേച്ചി. സത്യം അറിഞ്ഞിട്ടും എന്തിനാ എന്നെ അകറ്റി നിർത്തുന്നേ? ഇപ്പോഴെങ്കിലും പറഞ്ഞൂടെ മായ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം വിവാഹം നടക്കില്ല. യമുനയുടെ ജീവിതം തകർത്തിട്ട് എനിക്ക് നിങ്ങളോടൊപ്പം ഒരിക്കലും വരാനാവില്ല. നമുക്കൊരിക്കലും പിരിയാത്ത നല്ല സുഹൃത്തുക്കളായിക്കൂടെ? മണ്ഡപത്തിലേക്ക് നീ വരില്ലെന്ന് പറഞ്ഞാൽ മണ്ഡപം നിന്റെ അടുത്തേക്ക് വരും. അപ്പോഴും എന്റെ മോൻ പറയും താലി കെട്ടില്ല. അപ്പോ എന്റെ മരുമകളുടെ കഴുത്തിൽ നിനക്ക് വേണ്ടി ഈ അമ്മ താലി കെട്ടും. ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ അമ്മായിയമ്മയായിരിക്കും ഞാൻ. ഒരടവും വിലപ്പോവില്ല. നിന്നെ എങ്ങോട്ടും വിടില്ല ഞാൻ. വലിയ വീട്ടിലെ യശോദയ്ക്ക് ഇവിടെ ജയിച്ചേ മതിയാവൂ, ആരൊക്കെ തോറ്റാലും. അതുകൊണ്ട് എന്താ കാര്യം? ആര് തടഞ്ഞാലും ജയകൃഷ്ണൻ വരും. കാണാൻ വരണവര് നമ്മൾ പറഞ്ഞ് വിശ്വസിക്കില്ല ചേച്ചി. ഏട്ടനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ ഇപ്പോഴൊന്നും കല്യാണം വേണ്ടെന്ന് ഞാൻ പറയാത്തത്. എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും കൊടുക്കുന്നുണ്ട് ഈശ്വരൻ. നമുക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു ശാപം? ആദ്യം ഒരു ഭരതൻ, ഇപ്പൊ ജയകൃഷ്ണൻ. നിന്റെ ജീവിതമെങ്കിലും നേരെയാവൂന്ന് കരുതിയതാ. ഇങ്ങോട്ട് വന്നത് തന്നെ അതിനാ. പക്ഷേ വിധി പിന്നെയും പിന്നെ ശിക്ഷിക്കുക നമ്മളെ. കല്യാണത്തെപ്പറ്റി നിറമുള്ള സ്വപ്നങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ല. ഏട്ടന് ഞാൻ ഒരിക്കലും ഒരു ഭാരമായിക്കൂടാ. എന്നെ ഇഷ്ടമാണെന്ന് കാണാൻ വരുന്ന ചെക്കൻ പറഞ്ഞാൽ ഇഷ്ടമല്ലെങ്കിലും ഞാൻ സമ്മതിക്കും. ചേച്ചിക്ക് എനിക്കും വേണ്ടി ഒരുപാട് അനുഭവിച്ചതല്ലേ. ഇനി ആ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. എന്നാലും ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ലെന്ന് തന്നെ പറയണം. വെറുതെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാനായിരുന്നെങ്കിൽ എന്തിനാ ഇത്ര നാൾ സ്നേഹിച്ചു വളർത്തിയത്? പെണ്ണായി ജനിച്ചു പോയതുകൊണ്ട് ജീവിതകാലം മുഴുവൻ കണ്ണീരൊഴുക്കി പുരുഷന്റെ അടിമയായി കഴിയണമെന്ന് അലിഖിത നിയമമൊന്നുമില്ല. ആർക്കു വേണ്ടി നീ ത്യാഗം ചെയ്യണ്ട. വരുന്നവൻ ഇഷ്ടമായെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കല്യാണം നടത്താൻ പറ്റൂ? ചെറുക്കനെ പറ്റി അന്വേഷിക്കണം. നീ പോകാൻ പോണ വീട്ടില് യശോദയെ പോലുള്ള ഈനാമ്പേച്ചുകളുണ്ടോന്ന് നോക്കണം. ഏറ്റവും പ്രധാനം നിന്നെ അവൻ ജീവന് തുല്യം സ്നേഹിക്കുമെന്നുള്ള കാര്യമാ. ഏട്ട് സമ്മതിച്ചാലും വരുന്നവന്റെ കുടുംബം നല്ലതല്ലെങ്കിൽ ഞാൻ എതിർക്കുമായേ. അതിന്റെ പേരിൽ ഏട്ടൻ എന്നോട് വഴക്കിന് വന്നാലും സമ്മതിക്കില്ല ഞാൻ. ഇപ്പൊ നമ്മുടെ പ്രശ്നം അതൊന്നും അല്ലല്ലോ ചേച്ചി, ജയകൃഷ്ണനല്ലേ. ഏട്ടൻ എങ്ങനെ ഒഴിവാക്കും അയാളെ?
ജാമ്യത്തിലിറങ്ങിയെന്ന് ശങ്കർദാസ് പറഞ്ഞു. കാത്തിരിക്കായിരുന്നു നിന്നെ ഒന്ന് കാണാൻ. എന്താ എന്നെ വേണ്ടതായോ നിനക്ക്? അത്രയ്ക്കും അന്യായി പോയോ ഞാൻ? ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. എന്താ വിശ്വട്ടൻ ദുബായിൽ നിന്ന് വന്നിട്ട് നന്ദിനിയെ കൊന്നാ മതിയെന്ന് തീരുമാനിച്ചോ? ഞാൻ അവളെ കണ്ടിരുന്നു. കൊന്നോ? കൊന്നോ അവളെ? ഇല്ല. എന്റെ ഈശ്വര, നിന്റെ അമ്മയല്ലെങ്കിലും അമ്മയെ പോലെയാണ് ഞാനെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ ഒരേ ഒരു കാര്യം നീ എനിക്ക് വേണ്ടി ചെയ്യണം. അപേക്ഷയല്ലടാ, പ്രാർത്ഥനയാ. അല്ലെങ്കിൽ വേണ്ട, നിന്നെ ഞാൻ മോനായി കരുതി ഇത്രയും നാള് സ്നേഹിച്ചതിന് പ്രത്യുപകാരം. നീ നന്ദിനിയെ കൊല്ലരുത് മോനെ. ഒരു പാവം പെണ്ണ അവള്. അറിഞ്ഞില്ലേ ദാമോദരൻ മാഷും വിലാസിനെ അടുത്തേയും വിഷം കഴിച്ചു മരിച്ചത്? അറിഞ്ഞു. നീ വന്നു കൊല്ലുമെന്ന് പേടിച്ചിട്ടാ അവര് വിഷം കഴിച്ചത്. ഇനി ആ കുടുംബത്തിന് ബാക്കിയുള്ളത് നന്ദിനി മാത്ര. അവളെ ചങ്കൂറ്റുള്ള ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. അവരെവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിച്ചോട്ടെ. വിശ്വട്ടം പറഞ്ഞാലും നീ അവരെ കൊല്ലരുത് ഭരത. അവളെ മാത്രമല്ല, ഇനി ആരെയും കൊല്ലില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അതാദ്യം അറിയേണ്ടത് ദാമോദരൻ മാഷാണെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഡിസൂസ പറഞ്ഞു, മനസ്സ് തളർത്തിയ ആ സത്യം. നീ പറഞ്ഞ സത്യമാണോ? ഇനി നീ ആരെയും കൊല്ലില്ലേ? ഇല്ല. വിശ്വട്ടം പറഞ്ഞാലും ഇല്ല. ഈശ്വര, ഇത്രയും നാളെ ഞാൻ പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ലല്ലോ. ഇനി സമാധാനത്തോടെ മരിക്കാമല്ലോ എനിക്ക്. മാഷും വിലാസിനെ എടുത്ത് മരിച്ചുപോയി എന്നറിഞ്ഞപ്പോൾ ആ നിമിഷം ഞാൻ തീരുമാനിച്ചു, നന്ദിനിയെ കാണണം. ഞാനൊരു പുതിയ മനുഷ്യനായിന്ന് ആദ്യം അവൾ അറിയണം. കണ്ടു, എല്ലാം പറഞ്ഞു, സമാധാനമായി. ഇനി ഒരാളെയും കൂടി കാണണം, മുതലാളി. അപ്പോ പഴയ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വിളിക്കരുതെന്ന് ഞാൻ പറയും. നീ വരുമെന്ന് കരുതി എല്ലാം മറന്ന് കാത്തിരിക്കുക വിശ്വട്ടൻ. ഒപ്പം ഉണ്ടാവില്ലെന്നറിഞ്ഞാൽ അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. തടയാൻ കഴിയുമോ നിനക്ക് ആ രോഷം? കഴിയും. സൂക്ഷിക്കണം ഭരത. നീ ഉപേക്ഷിച്ചു പോകുമെന്നറിയുമ്പോ വിശ്വട്ടൻ എന്ത് ചെയ്യും? കണ്ടില്ലേ, പുതിയൊരു ബിസിനസ് കൂടി തുടങ്ങിയിരിക്കുക വിശ്വട്ടൻ. മയക്കുമരുന്ന് കച്ചവടം. തടയാൻ പറ്റില്ല ഭരത. മരണം വരെ വിശ്വട്ടന്റെ സ്വഭാവം മാറില്ല. എന്തും സംഭവിച്ചോട്ടെ, പക്ഷേ ഒഴിവാക്കാനാവില്ലല്ലോ ആ കൂടിക്കാഴ്ച. ദുബായിൽ നിന്ന് വരുന്ന അന്ന് പരസ്പരം കാണും ഞങ്ങൾ. കഴിയുമെങ്കിൽ മുതലാളിയുടെ അനുവാദത്തോടെ തന്നെ പുതിയൊരു ജീവിതം തുടങ്ങണം. അനുവദിച്ചില്ലെങ്കിലും തീരുമാനം മാറ്റാൻ പറ്റില്ലല്ലോ. വിശ്വട്ടൻ നിന്നെ കൊല്ലും അല്ല, എന്നാലും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. കാണണം. നിങ്ങളല്ലേ എനിക്ക് പറഞ്ഞു തരേണ്ടത് പെങ്ങളെപ്പോലെ കരുതുന്ന പെണ്ണിനെ വിവാഹം ചെയ്യാൻ പാടില്ലെന്ന്. അതിനു പകരം ഏതു നേരം കൊല്ലാക്കൊല ചെയ്യല്ലേ എന്നെ? മതി, ഇനി യമുനയുടെ കാര്യം പറഞ്ഞൊരു വഴക്ക് വേണ്ട. ആ കല്യാണം നടന്നേ തീരൂ. പിന്നെ പെങ്ങളാണെന്ന് പറഞ്ഞ് കൂടെ കൂടെ ഒരു നാടകം കളിക്കുന്നുണ്ടല്ലോടാ നീ. എന്നാടാ അവള് നിനക്ക് പെങ്ങളായത്? ആ തലതെറിച്ചവളെ കണ്ടേ പിന്നല്ലേ ഈ അമ്മയടുത്ത് വേഷം കെട്ട് കാണിക്കണ്ട. തൽക്കാലം എന്റെ മോൻ പെങ്ങളെ തന്നെ അങ്ങ് കെട്ട്. അതുകൊണ്ട് എന്ത് അപകടം ഉണ്ടായാലും ഈ അമ്മ അങ്ങ് സഹിച്ചോളാം. അങ്ങനെ തീരുമാനിച്ചെങ്കിൽ പിന്നെ കൂടെ കൂടെ അമ്മ എന്തിനാ മായയുടെ കാര്യം പറയുന്നത്? അമ്മയ്ക്ക് പേടിയുണ്ടോ അവളെ? എന്തിനാ ഞാൻ പേടിക്കുന്നത്? ഓ, നിന്റെ കല്യാണം മുടക്കൊന്ന് കരുതിയോ? അതിനവൾ ഈ പടി ചോട്ടിയാലല്ലേ? അപ്പൊ ആലോചിച്ചാ പോരെ. ഇനി എപ്പോഴെങ്കിലും നേരിൽ അവളെ കാണുമ്പോ പ്രേമിക്കുന്ന കാര്യം പറയുന്ന കൂട്ടത്തിൽ ഈ അമ്മയുടെ തീരുമാനം കൂടി അറിയിച്ചേക്കണം. ഇനി വലിയ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നാൽ മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടു കൊന്നുകളെ ഞാൻ. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ നാവിന്ന് നല്ല വാക്കുകൾ വരുന്നില്ലല്ലോ യശോദേ. അപ്പ കുഴപ്പം മറ്റാരുടെയും അല്ല,
നമ്മുടെ മനസ്സിന്റെയാ. ഓ, പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ. ആ, ഇനി ബാക്കി കൂടെ പറ. അത് കേട്ട് ഇവനും കൂടെ തുള്ളിക്കോട്ടെ. യശോദ, ഞാൻ പറഞ്ഞത് ദേ, എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ പോവാ. അതിനിടയ്ക്ക് സുഭാഷിതങ്ങളൊന്നും വേണ്ട. ശനിയുടെ അപകാരം ഉള്ളതുകൊണ്ടാ ജയകൃഷ്ണന്റെ സ്വഭാവം മാറിയെന്ന് നമുക്ക് തോന്നിയത്. യമുന ഇങ്ങോട്ട് വരുമ്പോ എല്ലാം നേരെയാവും. നിന്നെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ഇത്തവണ എല്ലാം ഭംഗിയാവും. എന്റെ സുന്ദരിക്കുട്ടിയെ കണ്ട ചെക്കനുടനെ കല്യാണം വേണോന്ന് പറയും. ജയകൃഷ്ണന്റെ കാര്യം മഹേഷിനോട് പറയേണ്ടതായിരുന്നു അല്ലേ ചേച്ചി? ഇല്ലാത്ത കാര്യം വെറുതെ എന്തിനാ ഉണ്ടെന്ന് പറയുന്നേ? അവ മനഃപൂർവ്വം ശല്യപ്പെടുത്താൻ വരണതല്ലേ? അങ്ങനെ ഇപ്പോഴും ഉണ്ടായ ഏട്ടൻ അയാളെ തല്ലിക്കൊല്ലില്ലേ ചേച്ചി? ആ, തല്ലിക്കൊല്ലട്ടെ. എത്ര തവണ പറഞ്ഞത് അവനോട് ഈ വീട്ടിൽ വരരുതെന്ന്. നമ്മളെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? എന്നാലും ജയകൃഷ്ണന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഈ ആലോചന. നമ്മളായിട്ട് എന്തിനും ഒരു കാരണം ഉണ്ടാക്കുന്നേ? ഈയിടെയായി നിനക്കെന്താമായ അവനോടൊരു സോഫ്റ്റ് കോർണർ? നമ്മൾ അയാളെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലല്ലോ ചേച്ചി. നമ്മൾ തെറ്റിദ്ധരിച്ചതല്ലേ? എന്നിട്ട് ക്രൂരമായി ശിക്ഷിക്കുകയും ചെയ്തില്ലേ അയാളെ? പാവം, സത്യം അറിയാതെ ചേട്ടൻ എന്തിനാ അങ്ങനെ ചെയ്തത്? പക്ഷേ ആ അവസരത്തിൽ ആരായാലും കൊല്ലുമായിരുന്നു അയാളെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര പേര് പിടഞ്ഞു വീഴുമായിരുന്നു. പിന്നെ ആരെങ്കിലും വരുമായിരുന്നോ നിന്നെ കല്യാണം കഴിക്കാൻ? അത് ഏട്ടന്റെ തെറ്റല്ല മായേ. അങ്ങനെ പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റൂ ചേച്ചി? അയാള് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഏട്ടനെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു പോലീസുകാര്. ജയകൃഷ്ണൻ അങ്ങനെ ചെയ്യാതിരുന്നത് നമ്മുടെ കുടുംബത്തോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ? ഈയിടെയായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ ഈ മാറ്റം. ചേച്ചിയോട് തുറന്നു പറയണം. എന്താ, നിനക്ക് ജയകൃഷ്ണനോട് ഇഷ്ടമായി തുടങ്ങിയോ? നമ്മളെ കൊല്ലാൻ ശ്രമിച്ചത് അയാളല്ലെങ്കിൽ പിന്നെ എന്തിനാ ചേച്ചി വെറുക്കുന്നത്? എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അതല്ല മായേ. തുറന്നു പറയണം നീ. ജയകൃഷ്ണനെ നിനക്ക് ഇപ്പൊ ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞ മഹേഷ് എന്നെ കാണാൻ വരാതിരിക്കോ? ഇല്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനൊരു ചോദ്യം? നിന്റെ മനസ്സ് മറ്റാരെക്കാളും കൂടുതലായി ഈ ചേച്ചിക്ക് കാണാൻ പറ്റും. പക്ഷേ നീ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഒരാലോചനയുമായ വലിയ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ നമുക്ക്? ആ തള്ള നമ്മളെ ചൂലെടുത്ത് അടിച്ചിറക്കില്ലേ? വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. ഈ ചടങ്ങ് നടക്കട്ടെ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ പേടി അതല്ല. എല്ലാം ജയകൃഷ്ണൻ അറിഞ്ഞിട്ടുണ്ടാവും. ഈ ആലോചനയും മുടക്കാൻ ശ്രമിച്ചാ ഏട്ടൻ വെറുതെ ഇരിക്കൂ? ചേച്ചി പറയണ ഏട്ടനോട് അയാളിനി ഉപദ്രവിക്കരുതെന്ന്. മനഃപൂർവ്വം ഉപദ്രവിക്കുന്നതാണോ? ഈ വീട്ടിൽ വരരുതെന്ന് എത്ര തവണ കാല് പിടിച്ച് പറഞ്ഞത് അയാളോട്. അനുസരിച്ചൂടെ അയാൾക്ക്? എന്തിനാ ഈ പിടിവാശി? മറ്റൊരു കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ? ആ പെണ്ണിന്റെ മനസ്സ് കാണണ്ടേ അയാള്? ചേച്ചി പറഞ്ഞത് ശരിയാണ്. അയാൾ വരാതിരുന്നാ മതിയായിരുന്നു. എന്തിനാ വെറുതെ തല്ലുകൊള്ളുന്നത്? ശാരദേ, അവരൊക്കെ വന്നു. വന്നാട്ടെ. നമസ്കാരം. ശാരദേ, അവരൊക്കെ വന്നു. അതോട്ടിരിക്ക. വന്നാട്ടെ, വന്നാട്ടെ. നമസ്കാരം. കയറിയിരിക്ക. അതെ, ഞാനിപ്പോ വരാം. എന്റെ കുടുംബം തകർത്തിട്ട് നീ അടങ്ങുമല്ലടാ? എത്ര തവണ ഞാൻ പറഞ്ഞു ഞങ്ങളെ വെറുതെ വിടാൻ. എന്തിനാടാ ഞങ്ങളെ എങ്ങനെ ഉപദ്രവിക്കണത്? അതിന് തക്കവണ്ണം എന്ത് തെറ്റാ ഞങ്ങൾ നിന്നോട് ചെയ്തത്? തെറ്റ് ചെയ്തു ഞാൻ പറഞ്ഞില്ലല്ലോ വിജയേട്ടാ. വിജയേട്ടാ, മായയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. വേറൊരു പെണ്ണുമായി നിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ? അവളെ കല്യാണം കഴിച്ച് ഞങ്ങളെ ഉപദ്രവിക്കാതെ നിനക്ക് ജീവിച്ചൂടെ? യമുനെ കല്യാണം കഴിക്കാൻ എനിക്ക് ആവില്ല വിജയേട്ടാ. അത് ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുള്ളതാ. മായ മറന്നിട്ട് വേറൊരു പെണ്ണിനെ
ഞാൻ എങ്ങനെ വിജയേട്ട കല്യാണം കഴിക്കുന്നേ? എത്ര വട്ടം നിന്നോട് ഞാൻ പറഞ്ഞതാ മായയ്ക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന്. എന്നെങ്കിലും മായയുടെ മനസ്സ് മാറാതിരിക്കില്ല. ഞാൻ കാത്തിരുന്നോളാം വിജയേട്ട, എത്ര കാലം വേണമെങ്കിലും. ഈ കല്യാണം നടത്താതിരുന്നാ മതി. ദാമോദരൻ മാഷ് ചെയ്തതുപോലെ ഞങ്ങളും വിഷം കഴിച്ച് മരിക്കണോ ജയകൃഷ്ണ? ഇനി ആ വഴി മാത്രമേ ഉള്ളൂ. വിജയേട്ട, എനിക്ക് വേണ്ടി നിങ്ങൾ ആരും മരിക്കണ്ട. വിജയേട്ടൻ ആഗ്രഹിക്കുന്നത് മായ സുഖമായിട്ട് ജീവിക്കണമെന്നല്ലേ? അവളെ എനിക്ക് തന്നേക്ക് വിജയേട്ട. അവളെ ഒരു കാലത്ത് ഞാൻ ദുഃഖിപ്പിക്കില്ല. പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ നിമിഷം എല്ലാം ഉപേക്ഷിച്ച് വന്നോളാം ഞാൻ. വിജയേട്ട, മായ അല്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ട. പ്ലീസ്. നിന്നെ കൊല്ലാനുള്ള കലിയുണ്ട് എനിക്ക്. ഇറങ്ങിപ്പോ ഇവിടുന്ന്. ആകെ തീ പിടിച്ച് നിൽക്കാൻ ഞാൻ. പൊയ്ക്കോളാം വിജയേട്ട. മായയെ കല്യാണം കഴിച്ചു തരാന്ന് പറഞ്ഞ അപ്പൊ പൊയ്ക്കോളാം. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ജയകൃഷ്ണ? നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. പോകാനാ പറഞ്ഞത്. വിജയേട്ട, ഞാൻ ഇറങ്ങി പോടാ. അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ? പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. എല്ലാം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ മഹേഷിന് മായയെ ഇഷ്ടപ്പെട്ടാ അവളെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? അല്ല, മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ജയകൃഷ്ണൻ വന്നിട്ടുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, ഇനി എന്തു ചെയ്യും നമ്മള്? ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കൊല്ലണം അവനെ. അയ്യോ വേണ്ട, വേണ്ട. വേണ്ട വിജയേട്ടാ, വേണ്ട. എന്റെ ക്ഷമയെ പരീക്ഷിക്കാനല്ലേ വരരുതെന്ന് പറഞ്ഞിട്ടോ അവൻ വന്നത്. വഴക്കിനൊന്നും പോകണ്ട. മഹേഷ് മായയെ കണ്ടിട്ട് പോട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാം അവനോട്. ഞാൻ സംസാരിച്ചപ്പോ ഈ ചടങ്ങും അവൻ മുടക്കുമെന്ന് പറഞ്ഞു. മായ അവന്റെ പെണ്ണാണെന്ന്, അവളെ കല്യാണം കഴിച്ചു കൊടുത്തുകൂടെയെന്ന്. ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ? മായയുടെ കല്യാണം നടത്തണ്ടേ? അവര് വിളിക്കുന്നുണ്ട്. വിജയേട്ടൻ അപ്പുറത്തേക്ക് ചെല്ലേ, വിഷമിക്കണ്ട. ഈ കല്യാണം മുടങ്ങില്ല വിജയേട്ടാ. ഇങ്ങനെ ഒരു ശല്യമുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ശാരദ. അവരിപ്പോ ജയകൃഷ്ണനെ കണ്ട പ്രശ്നമാവും. ഏതായാലും നീ മായയെ വിളിക്ക്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചെല്ലേ, ചെല്ലേ. ഈശ്വരാ, ഭഗവാനെ രക്ഷിക്കണേ. വിജയൻ എവിടെ? ഞാനിവിടെ ഉണ്ട്. ആ വന്നല്ലോ. എന്നാലും വൈകണ്ട, കുട്ടിയെ വിളിച്ചോളൂ. മായേ, ഇപ്പൊ വേണ്ട, വച്ചേക്ക്. മായ എന്നല്ലേ പേര്? അതെ. മായ ഏതുവരെ പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞു. ഇതൊക്കെ നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? പുതിയതായിട്ട് എന്തെങ്കിലും ചോദിക്കേ? ഇനി ഒന്നും ചോദിക്കാനില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അതിൻ്റെ അർത്ഥം കുട്ടിയെ നിനക്ക് ഇഷ്ടമായി എന്നല്ലേ? അതങ്ങോട്ട് തുറന്നു പറഞ്ഞോളൂ. എന്നാൽ ഇന്ന് തന്നെ നമുക്ക് നിശ്ചയത്തിൻ്റെ തീയതി അങ്ങോട്ട് തീരുമാനിക്കാം. എനിക്ക് മഹേഷിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ? പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. എല്ലാം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ മഹേഷിന് മായയെ ഇഷ്ടപ്പെട്ടാ മതി. അവളെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? അല്ല, മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ജയകൃഷ്ണൻ വന്നിട്ടുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, ഇനി എന്തു ചെയ്യും നമ്മള്? ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കൊല്ലണം അവനെ. അയ്യോ വേണ്ട, വേണ്ട വിജയേട്ടാ, വേണ്ട. എന്റെ ക്ഷമയെ പരീക്ഷിക്കാനല്ലേ വരരുതെന്ന് പറഞ്ഞിട്ടോ അവൻ വന്നത്. വഴക്കിനൊന്നും പോകണ്ട. മഹേഷ് മായയെ കണ്ടിട്ട് പോട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാം അവനോട്. ഞാൻ സംസാരിച്ചപ്പോ ഈ ചടങ്ങും അവൻ മുടക്കുമെന്ന് പറഞ്ഞു. മായ അവന്റെ പെണ്ണാണെന്ന്, അവളെ കല്യാണം കഴിച്ചു കൊടുത്തുകൂടെയെന്ന്. ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ? മായയുടെ കല്യാണം നടത്തണ്ടേ? അവര് വിളിക്കുന്നുണ്ട്. വിജയേട്ടൻ അപ്പുറത്തേക്ക് ചെല്ലേ, വിഷമിക്കണ്ട. ഈ കല്യാണം മുടങ്ങില്ല വിജയേട്ടാ.
ഇങ്ങനെ ഒരു ശല്യമുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ശാരദ. അവരിപ്പോ ജയകൃഷ്ണനെ കണ്ട പ്രശ്നമാവും. ഏതായാലും നീ മായയെ വിളിക്ക്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചെല്ലേ ചെല്ലേ. ഈശ്വരാ, ഭഗവാനെ രക്ഷിക്കണേ. വിജയൻ എവിടെ? ഞാനിവിടെ ഉണ്ട്. ആ വന്നല്ലോ. എന്നാലും വൈകണ്ട, കുട്ടിയെ വിളിച്ചോളൂ. മായേ, കൊടുക്കുമോളെ. ഇപ്പൊ വേണ്ട, വച്ചേക്ക്. മായ എന്നല്ലേ പേര്? അതെ, മായ ഏതുവരെ പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞു. ഇതൊക്കെ നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? പുതിയതായിട്ട് എന്തെങ്കിലും ചോദിക്കേ. എനിക്കൊന്നും ചോദിക്കാനില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചോ. അതിന്റെ അർത്ഥം കുട്ടിയെ നിനക്ക് ഇഷ്ടമായിന്നല്ലേ? അതങ്ങോട്ട് തുറന്നു പറഞ്ഞോളൂ. എന്നാൽ ഇന്ന് തന്നെ നമുക്ക് നിശ്ചയത്തിന്റെ തീയതി അങ്ങോട്ട് തീരുമാനിക്കാം. എനിക്ക് മഹേഷിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനെന്താ, ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിച്ചോ. എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? എന്നെ ഒരാൾ സ്നേഹിക്കുന്നുണ്ട്. എന്നെ പെണ്ണു കാണാനായി ആരിവിടെ വന്നാലും അത് മുടക്കാൻ അയാൾ വരും. അങ്ങനെ ഒരു കല്യാണം മുടങ്ങിപ്പോയിട്ടുണ്ട്. ഇന്നും അയാൾ വരാതിരിക്കില്ല. നിങ്ങളോടെല്ലാം തുറന്നു പറയണമെന്ന് ഞാൻ ഏട്ടനോട് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരാൾ വന്ന് കല്യാണം മുടക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാ എന്നെപ്പറ്റി മോശമായിട്ട് ചിന്തിക്കുന്നു കരുതിയിട്ടാവണം ഏട്ടൻ അത് പറയാതിരുന്നത്. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ അറിയാനുള്ളൂ. മായയ്ക്ക് അയാളെ ഇഷ്ടമായിരുന്നു? വെറുപ്പായിരുന്നു. പലപ്പോഴും ഞാനത് അയാളോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എന്നെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാ അയാൾ ഇപ്പോഴും. മായ എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നില്ല. എനിക്ക് അയാളെ ഇഷ്ടമാണോന്നല്ലേ മഹേഷിന് അറിയേണ്ടത്? അതെ. ഇപ്പോഴെനിക്ക് ജയകൃഷ്ണനോട് വെറുപ്പൊന്നുമില്ല. സ്നേഹമാണോ സഹതാപമാണോ അതെനിക്കറിയില്ല. ഞാനത് പറഞ്ഞില്ലെങ്കിൽ പുറത്തെ ജയകൃഷ്ണനെ കണ്ട ആരാണിതെന്ന് നിങ്ങൾ ചോദിക്കും. അയാൾ ആരാണെന്ന് പറഞ്ഞു തരാൻ ഇപ്പോഴും എനിക്കറിയില്ല. പെട്ടെന്നൊരു കല്യാണം നടത്താനുള്ള അവസ്ഥയിലല്ല ഞങ്ങളിപ്പോ. ആദ്യം നമുക്ക് നിശ്ചയം നടത്താം. കല്യാണത്തിന് ഒരു 6 മാസത്തെ സമയവും തരണം. നിശ്ചയം കഴിഞ്ഞിട്ട് കല്യാണം അധികം നീട്ടിവെക്കാൻ പാടില്ലെന്നാ ശാസ്ത്രം. സാരമില്ല, അങ്ങനെ തന്നെ ആവട്ടെ. എന്നാ നമുക്കങ്ങോട്ട് ഉറപ്പിക്കാം അല്ലേടാ? നിങ്ങളൊരു മാന്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. മറ്റൊരാൾ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ എന്റെ തലയെ കെട്ടിവെക്കാൻ ശ്രമിച്ചത് ഈ വീട്ടിലെ ഭാരം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? അത് ഞാൻ... വേണ്ട, ഒന്നും പറയണ്ട. മതി, നിർത്തിക്കോ. മായയെ പറ്റി ഇനിയൊരു അക്ഷരം മിണ്ടിയാ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. അശ്വതി, അരുത്. നമ്മുടെ മായ നമുക്കൊരു ഭാരമാണോ ഏട്ടാ? അങ്ങനെയല്ലേ ഇവൻ പറഞ്ഞത്? വഴക്ക് വേണ്ട വിജയേട്ടാ. ഇഷ്ടായില്ലെങ്കിൽ അവര് പോയിക്കോട്ടെ. ഇന്നലെ രാത്രിയെങ്കിലും വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നല്ലോ. മായ മറ്റാർക്കും കൊടുക്കില്ലെന്നുള്ള വാശിയാണ് ജയേഷനെങ്കിൽ നിങ്ങളിനി വേറെ കല്യാണം ആലോചിക്കാതിരിക്കുന്നതാ നല്ലത്. വാ പോവാം. ആ വാ പോവാം. സാരമില്ല വിജയേട്ടാ, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ജയകൃഷ്ണന്റെ കാര്യം മായ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. തെറ്റായിട്ട് എടുത്തത് അവരല്ലേ. ഇതിലും ഭേദം നിനക്കെന്നെ കൊല്ലാമായിരുന്നു. പറയായിരുന്നില്ല ഈ നാടകം വേണ്ടാന്ന്. മഹേഷിനോട് വിളിച്ചു പറഞ്ഞേരാ ഞാൻ. അതിനു പകരം എന്റെ പൊന്നുമോളി ഏട്ടനെ നാണം കെടുത്തി. ഇന്നലെ രാത്രിയെങ്കിലും പറഞ്ഞൂടായിരുന്നു നിനക്ക് മഹേഷിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്ന്. എന്താ എന്താ വിജയേട്ടാ? എന്താ മോളെ? എന്താ കണ്ടില്ലേ ഇവള് ചെയ്തത് എന്താണെന്ന്? എന്താ? അയ്യോ, വിജയേട്ടാ, ഇനിയെങ്കിലും ഇവിടെ എനിക്ക് തന്നൂടെ? പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. കാലിലൊരു മുള്ളു പോലും കൊള്ളാതെ കാത്തോളാം ഞാൻ.
മായ എനിക്ക് കല്യാണം കഴിച്ചു തരണം വിജയേട്ട. പ്ലീസ് വിജയേട്ട. ഒന്ന് പൊക്കോടാ. ഇവൾക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവളെയും വേണ്ട. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ ബാക്കി. കൊല്ലും ഞാൻ നിന്നെ, കൊല്ലും. ഇനിയും മതിയായില്ലേ നിനക്ക്? ഒന്ന് പോയിക്കൂടെ? വന്നേ, വാ. എന്താടാ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞു? മായയുടെ കല്യാണം നടക്കില്ലടാ. പതിപോലെ നീ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടായി കാണും. ഇത്തവണ ശരീരത്തിൽ പരിക്കളൊന്നും കാണാനില്ലല്ലോ. തല്ലിയില്ലേ അവര് തന്നെ? ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ, ഒരിക്കലെങ്കിലും മായയ്ക്ക് എന്നോട് സഹതാപം തോന്നുമെന്ന്. തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ പെണ്ണ് കാണാൻ വന്നവരോട് എന്തിനാ അവള് കല്യാണം വേണ്ടാന്ന് പറഞ്ഞ? നിന്റെ ശല്യം സഹിക്കാൻ വയ്യാത്തുണ്ടാവും, അല്ലാതെ വേറെ കാരണവും ഞാൻ കാണുന്നില്ല. അവൾ എന്നെ ഇഷ്ടപ്പെടുമെങ്കിൽ ഇനി തല്ലി ചതച്ചോട്ടെ പോലീസുകാര്, ഒക്കെ ഞാൻ സഹിച്ചോളാം. പക്ഷേ അവൾ എന്നോട് പറയണം, ഈ മീനം 14 മുമ്പ് എന്നോട് സ്നേഹമുണ്ടെന്ന്. വിളിച്ചാൽ ഈ ലോകത്തിൻ്റെ ഏതറ്റത്തേക്കാണെങ്കിലും എൻ്റെ ഒപ്പം വരാമെന്ന്. അങ്ങനെ പറഞ്ഞ അപ്പ കൊണ്ടുപോകും ഞാൻ അവളെ. അപ്പോ യമുന മായയെക്കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചും ആ നിമിഷം ഞാൻ ഓർക്കില്ല. എൻ്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണേ ഉണ്ടാവൂ, മായ. മായ മാത്രം. അതിന് അവൾ നിന്റെ കൂടെ വന്നാലല്ലേ? എടാ, അതിന് അവളെ വിജയേട്ട എനിക്ക് തന്നതാ, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞതാ. പക്ഷേ സന്തോഷത്തോടെ അല്ലാന്ന് മാത്രം. നീ എപ്പോഴും ചെന്ന് നിശ്ചയവും കല്യാണമൊക്കെ മുടക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാ മായ കല്യാണം വേണ്ടെന്ന് വെച്ച്, അല്ലാതെ നിന്നോടുള്ള സഹതാപം കൊണ്ടൊന്നുമല്ല. ആയിക്കോട്ടെ, എന്നാലും ഒരു തവണ കൂടി ഞാൻ അവളെ കാണും. അന്ന് പറയാൻ ബാക്കി വെച്ചതൊക്കെ പറയും. പറയാൻ ബാക്കി വെച്ചതോ? അതെ, എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ. അതോടെ എന്താ വേണ്ടെന്ന് തീരുമാനമാവും. അത് യമുനയുമായിട്ടുള്ള നിന്റെ കല്യാണമല്ലേ? അതെ. എന്നാ പിന്നെ ഒരിക്കലും അതിനുശേഷം നീ മായ കാണില്ലെന്ന് എനിക്ക് വാക്ക് തരണം. വാക്ക് തീരുമാനിച്ചു. ഒരേ ഒരു ചോദ്യം, ഒരേ ഒരു ഉത്തരം. പിന്നെ നീ പറഞ്ഞതുപോലെ കല്യാണം.
ശാരദ, ഈ കൈ കൊണ്ടല്ലേ ഞാൻ എന്റെ പൊന്നുമോളെ തല്ലിയത്. സാരമില്ല വിജയേട്ടാ, അവള് നമ്മൾ ഒരുപാട് സ്നേഹിച്ചു പോയത് കൊണ്ടാ ചെറിയൊരു തെറ്റ് കണ്ടാൽ പോലും ക്ഷമിക്കാൻ കഴിയാത്തത്. അതിനവള് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. മഹേഷിനോട് സത്യം തുറന്നു പറഞ്ഞതല്ലേ ഉള്ളൂ. കാര്യം അറിയാതെയാ ഞാൻ അവളെ തല്ലിയത്. പിന്നെ അവള് വേണ്ടാന്ന് പറയുകയും ചെയ്തു. നമ്മളെ കുട്ടിയല്ലേ അവള്, തെറ്റായിട്ടൊന്നും ചിന്തിക്കില്ല. ഏട്ടനൊന്ന് തല്ലിന്ന് വെച്ച് അവള് പിണങ്ങുകയില്ല. ഏട്ടന് വിഷമായിട്ടുണ്ടാവും പറഞ്ഞ് ഒരുപാട് കരഞ്ഞു അവള്. വിഷമിക്കണ്ട വിജയേട്ടാ, നമ്മളെ മോള് നമ്മൾ അറിയാതെ അരുതാതെ ഒന്നും ചെയ്യില്ല. കിടക്കുന്നില്ലേ? ജയകൃഷ്ണൻ ഇതുവരെ വന്നില്ലല്ലോ യശോദേ. എവിടെ പോകാനാ? ഹർഷന്റെ വീട്ടിലുണ്ടാവും. അവനാ വേണ്ടാത്തൊക്കെ പറഞ്ഞു കൊടുത്ത് ജയകൃഷ്ണനെ വഷളാക്കുന്നത്. മറ്റന്നാളാ കല്യാണം, ക്ഷണവും പൂർത്തിയായിട്ടില്ല. പിന്നെ പന്തൽ. നീ എന്തു ഭാവിച്ച യശോദേ? നമ്മുടെ മോന്റെ കാര്യം അറിയാവല്ലോ. കല്യാണമല്ല ശവമടക്കാ നടക്കാൻ പോകുന്നെന്ന് നാട്ടുകാരുടെ മുഴുവൻ പറഞ്ഞിട്ടുണ്ടവൻ. ആ നിലയ്ക്ക് ഒരു കരുതലെടുക്കുന്നത് നല്ലതാ. മനസ്സിലായില്ല. കല്യാണത്തിനൊരു ആർഭാടവും വേണ്ട. നമ്മുടെ തറവാട്ട് കാവിൽ വെച്ച് മതി താലികെട്ട്. അങ്ങോട്ട് വളരെ കുറച്ചുപേരെ കൊണ്ടുപോയാൽ മതി. കൂടി വന്ന ഒരു 10 പേര്. നമ്മൾ ക്ഷണിച്ചവരൊക്കെ യമുനയുടെ വീട്ടിൽ വരില്ലേ യശോദേ? സത്യം അവിടെ താലികെട്ട് കാവിൽ, അത്രേ ഉള്ളു വ്യത്യാസം. തറവാട്ട് കാവിലേക്ക് അവൻ വന്നില്ലെങ്കിലോ യശോദേ? വന്നില്ലെങ്കിൽ കൊണ്ടുപോകണം. ഞാനും നിങ്ങളും അവന്റെ ഇടവും വലവും നിൽക്കണം. പാപ്പാമാർ ഉത്സവത്തിന് ആനെ കൊണ്ടുപോകുന്നില്ലേ? അങ്ങനെ. പിന്നെ നാളെ ശോഭയും വരുമല്ലോ. കല്യാണമല്ലേ, വസുന്ധരയെ കൂടി വിളിക്കണ്ടേ? അവക്ക് പരീക്ഷയാണെന്നുള്ള കാര്യം മറന്നോ? എന്നാലും വിളിക്കണ്ട. ഒക്കെ നിന്റെ ഇഷ്ടം. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നമ്മൾ ഇടവും വലവും നിന്നാലും കാവിലേക്ക് ജയൻ വന്നില്ലെങ്കിലോ? 4-5 ചുമട്ടുകാരെ കൂടെ വിളിക്കാം, പോരെ? യമുനയോടും രത്നമ്മയോടും കാവിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടോ യശോദേ? അവിടുത്തെ കാര്യമൊക്കെ അവര് നോക്കിക്കോളും. നമ്മുടെ മോന്റെ കാര്യം മാത്രം നമ്മൾ നോക്കിയാ മതി. ഈശ്വര, ഇവിടെ നടക്കാൻ പോണത് കല്യാണോ അതോ യുദ്ധമോ? യുദ്ധം. ആ ബാഗ് എടുത്തോ. നീ അറിഞ്ഞോ ഭാനുമതി, ഇനി മുതൽ എനിക്ക് ദുബായിലും പുതിയ വേരുകൾ ഉണ്ടാവും. പതുക്കെ പതുക്കെ കാണാമറയത്തുള്ളത് പോലും കൈപ്പിടിയിൽ ഒതുക്കും. വന്നല്ലോവൻ എൻ്റെ ഭരതൻ. അതിരാത്രം തുടങ്ങിയാണ് ഭാനുമതി. ആദ്യം നന്ദിനി, പിന്നെ ചന്ദ്രശേഖർ, ഒടുവിൽ നമ്മുടെ വീരശൂര പരാക്രമിയായ SP മഹേന്ദ്രൻ. വിശേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ? ഇന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണ്. എന്തും നിനക്ക് പറയാം. ഭരതൻ ഇവിടെ വന്നിരുന്നു, എന്നെ കണ്ടിരുന്നു. എന്തു പറഞ്ഞു അവൻ? ഞാനത് പറഞ്ഞാൽ വിശേട്ടൻ ദേഷ്യപ്പെടരുത്. പറഞ്ഞോ ഭാനുമതി, ഇന്ന് എന്റെ ദിവസമാണ്. അവൻ ഇനി ആരെയും കൊല്ലാൻ പറ്റില്ല വിശേട്ട. കൊല്ലാൻ പറ്റില്ലെന്നോ? നീ പറഞ്ഞതെനിക്ക് മനസ്സിലായില്ല. അവൻ തിരിച്ചു വന്നത് പുതിയൊരു മനുഷ്യനായിട്ടാ.
അങ്ങനെ പറഞ്ഞോ മോൻ? പറഞ്ഞു. അതിന്റെ അർത്ഥം നന്ദിനി പിന്നെയും ജീവിക്കുമെന്നല്ലേ? ജീവിച്ചോട്ടെ വിശ്വേട്ടാ. ജീവിച്ചോട്ടെ. ഇവിടെയല്ല, ഈ ഭൂമിയിൽ എങ്ങുമല്ല, അവിടെ. നീണ്ട 8 വർഷം തപസ്സിരുന്ന് ഞാൻ അവനെ തിരിച്ചു കിട്ടാൻ. ഇനി അതിനൊരു തിരുത്തില്ല. എനിക്ക് അവനെ വേണം ഭാനുമതി. എന്നെ ഉപേക്ഷിച്ച് പോവാൻ അവനെ ഞാൻ അനുവദിക്കില്ല. ആ, നീ അറിഞ്ഞോ ഭാനുമതി, ഇനി മുതൽ എനിക്ക് ദുബായിലും പുതിയ വേരുകൾ ഉണ്ടാവും. പതുക്കെ പതുക്കെ കാണാമറയത്തുള്ളത് പോലും കൈപ്പിടിയിൽ ഒതുക്കും. വന്നല്ലോവൻ എൻ്റെ ഭരതൻ. അതിരാത്രം തുടങ്ങിയാണ് ഭാനുമതി. ആദ്യം നന്ദിനി, പിന്നെ ചന്ദ്രശേഖരൻ, ഒടുവിൽ നമ്മുടെ വീരശൂര പരാക്രമിയായ SP മഹേന്ദ്രൻ. വിശ്വേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ? ഇന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണ്. എന്തും നിനക്ക് പറയാം. ഭരതൻ ഇവിടെ വന്നിരുന്നു, എന്നെ കണ്ടിരുന്നു. എന്തു പറഞ്ഞു അവൻ? ഞാനത് പറഞ്ഞാൽ വിശ്വേട്ടൻ ദേഷ്യപ്പെടരുത്. പറഞ്ഞോ ഭാനുമതി, ഇന്ന് എൻ്റെ ദിവസമാണ്. അവനിനി ആരെയും കൊല്ലാൻ പറ്റില്ല വിശ്വേട്ടാ. കൊല്ലാൻ പറ്റില്ലെന്നോ? നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അവൻ തിരിച്ചു വന്നത് പുതിയൊരു മനുഷ്യനായിട്ടാ. അങ്ങനെ പറഞ്ഞവൻ പറഞ്ഞു. അതിന്റെ അർത്ഥം നന്ദിനി പിന്നെ ജീവിക്കുമെന്നല്ലേ? ജീവിച്ചോട്ടെ വിശ്വേട്ടാ. ജീവിച്ചോട്ടെ. ഇവിടെയല്ല, ഈ ഭൂമിയിൽ എങ്ങുമല്ല, അവിടെ. നീണ്ട 8 വർഷം തപസ്സിരുന്ന് ഞാൻ അവനെ തിരിച്ചു കിട്ടാൻ. ഇനി അതിനൊരു തിരുത്തില്ല. എനിക്ക് അവനെ വേണം ഭാനുമതി. എന്നെ ഉപേക്ഷിച്ച് പോവാൻ അവനെ ഞാൻ അനുവദിക്കില്ല. നാളെ കല്യാണം നടക്കാൻ പോകുന്ന വീടാ, എന്നിട്ട് ഇവിടെ ആരുടെ മുഖത്തും ഒരു സന്തോഷവും ഇല്ല. എങ്ങനെ സന്തോഷിക്കും? കല്യാണം നടന്നാലല്ലേ നടന്നു എന്ന് പറയാൻ പറ്റൂ. പാവ യമുന, അവളും ആദ്യം പിടിച്ച് കാത്തിരിക്കല്ലേ നിന്റെ ഏട്ടനെ. മായയെ സ്നേഹിക്കുന്നു നേരിട്ട് ചെന്ന് പറഞ്ഞ ആള് മുഹൂർത്തം ആവുമ്പോ പന്തലി വന്നില്ലെങ്കിൽ അതിന്റെ നാണക്കേട് ആർക്കാ? കല്യാണ പെണ്ണിന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അമ്മ എന്തിനാ വേണ്ടാത്തതൊക്കെ ചിന്തിക്കുന്നേ? ഏട്ടൻ പറഞ്ഞില്ലല്ലോ നാളെ കാവല് വരില്ലെന്ന്. പറയണത് എന്തിനാ? അവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, വലിയ വീട്ടിൽ യശോദയെ തോൽപ്പിക്കാൻ കിട്ടുന്ന സുവർണ അവസരം അവൻ ഒരിക്കലും പാഴാക്കത്തില്ലെന്ന്. അമ്മയെ തോപ്പിച്ചിട്ട് ഏട്ടൻ എന്ത് കിട്ടാനാ? നീ കണ്ടിട്ടില്ലല്ലോ ഇവിടെ ദിവസവും നടക്കുന്ന അംഗം. ഞാനിപ്പോ അമ്മയല്ല, അവന് രാക്ഷസിയ. അവിടം വരെയായി കാര്യങ്ങള്. അമ്മ വിചാരിക്കും പോലെ ഒന്നല്ല കാര്യങ്ങള്. വീട്ടുകാരെ ഉപേക്ഷിച്ച് മായ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ജയേട്ടൻ മനസ്സില്ല മനസ്സോടെ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്നാ പിന്നെ യമുനെ വിളിച്ചൊന്ന് പറയാം, നമ്മൾ അതിരാവിലെ തന്നെ കാവിലെത്തുമെന്ന്. ഉറപ്പ് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ വിളിച്ചു പറയാതിരുന്നു. ഏട്ടന്റെ കാര്യം ഓർത്ത് അമ്മ ടെൻഷൻ അടിച്ച് BP കൂട്ടണ്ട. പോയി കിടക്കാൻ നോക്ക്, രാവിലെ എണീക്കേണ്ടതല്ലേ. അമ്മ കരുതണ പോലെ യമുനേട്ടത്തേക്ക് യാതൊരു ആദിയുമില്ല. 2 വീട്ടുകാരും കൂടി ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി ഊതി വീർപ്പിച്ച് വലുതാക്കി. എന്റെ ഈശ്വരാ, എന്തൊക്കെ പുകിലായിരുന്നു ഇവിടെ. അതിനിടയ്ക്ക് ഒരു മായ, എവിടെയോ കിടക്കുന്ന ഏതോ ഒരു പെണ്ണ്. എനിക്ക് തോന്നണത് അമ്മ തന്നെ ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയതെന്നാ. അമ്മ കണ്ടില്ലേ, ഏട്ടൻ മിണ്ടണുണ്ടോ ആ പേര്? ഈ രാത്രിയും കൂടെ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി, എല്ലാം നേരെയാവുമെന്ന് വിശ്വസിക്കണമെന്നുണ്ട്. പക്ഷെ കണ്ണൊന്നടച്ചാൽ അപ്പ കാണും ഞാനവളെ. ജയന്റെ കൈയും പിടിച്ച് ഈ വീടിന്റെ മുന്നിൽ വന്ന് എന്നെ കളിയാക്കിച്ചിരിക്കുന്ന മായെ. എന്നെ തോപ്പിക്കാൻ പോകുന്ന ജയനല്ല മായയാണെന്നാ കണിയാര് പറഞ്ഞത്. ഓ, അതി പിന്നെ മര്യാദയ്ക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ലടി. അവളെങ്ങാനും ഈ പടി കയറി അകത്തേക്ക് വന്നാൽ യമുനയോട് ഞാൻ എന്തു പറയും? വലിയ വീട്ടിൽ യശോദ തോറ്റുപോയെന്നോ അതോ ചത്തുപോയെന്നോ? വർഷങ്ങൾക്ക് മുൻപ് അമ്മ കണ്ട സ്വപ്നം ഇപ്പൊ നടക്കാൻ പോകുന്നത്. ജയേട്ടന്റെ ഭാര്യയായി യമുനേട്ടത്ത് ഈ വീട്ടിലേക്ക് വരൂന്നുള്ള സ്വപ്നം. അതാ നാളെ സഫലമാകാൻ പോകുന്നത്. കാത്തിരുന്നൂടെ ഈ ഒരു രാത്രി കൂടി?
ഹരിത പറഞ്ഞു നീ നടത്തിയ റിയാലിറ്റി ഷോയെക്കുറിച്ച്. മാപ്പ് പറഞ്ഞ് കാല് പിടിച്ച് തിരിച്ചു പോന്നു അല്ലേ? ഒക്കെ നന്നായിരുന്നു. ഒന്നൊഴിച്ച് ഹരിതയെ നീ ബ്ലോക്ക് ചെയ്തില്ലേ? അത് മാത്രം എനിക്കിഷ്ടമായില്ല ഭരത. നിന്നെപ്പോലുള്ള ക്രിമിനലുകൾക്ക് തൊട്ട് അശുദ്ധമാക്കാനുള്ളതല്ല പവിത്രമായ ഈ കാക്കി. ഞാൻ നന്ദിനോട് പറഞ്ഞതെല്ലാം സത്യമാണ്. ഇനി ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു പോവില്ല. ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞില്ല സാർ. ഇനിയെങ്കിലും ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാൻ എന്നെ അനുവദിക്കണം. പുതിയൊരു മനുഷ്യൻ, അതും മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുന്ന നീ. മറ്റാരോട് പറഞ്ഞാലും എന്നോട് പറയണ്ട ഈ നുണ. നുണയല്ല സാർ, സത്യമാണ്. ഇനി ഒരിക്കലും എൻ്റെ കൈകളിൽ ചോരക്കറ ഉണ്ടാവില്ല. ആരെയും ദ്രോഹിക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് ഞാൻ പണ്ട് ചെയ്ത തെറ്റുകളൊക്കെ ഒന്ന് തിരുത്തിക്കോട്ടെ. തെറ്റുകളൊക്കെ തിരുത്തുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം, നന്ദിനിക്കോ ചന്ദ്രശേഖരനോ എന്തെങ്കിലും സംഭവിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ അപ്പോൾ വരും ഞാൻ നിന്നെ കൊണ്ടുപോവാൻ. പിന്നെ നീ ഒരിക്കലും പുറംലോകം കാണില്ല ഭരത. അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടേക്കാണാവോ? നമ്മുടെ തറവാട്ടുകാവിലേക്ക് പോണ്ടേ യശോദേ? നമ്മൾ രണ്ടുപേരും മാത്രം അങ്ങോട്ട് പോയാൽ മതിയോ? ആ തലതെറിച്ചും കൂടെ വരണ്ടേ? ഇന്ന് കല്യാണമല്ലേ, വരാണ്ടിരുന്നാ പറ്റുമോ? അത് എന്നോടല്ല ചോദിക്കേണ്ടത്. അവനവിടെ മതം പൊട്ടി നിൽക്കുക. അവനെ കൊണ്ടുപോണ്ടേ തറവാട്ടുകാവിലേക്ക്? നീ ഇങ്ങനെ ഉറഞ്ഞു തുള്ളല്ലേ യശോദേ? അവൻ അറിയില്ലേ കാര്യങ്ങളൊക്കെ? ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അച്ഛനും മോനും ചേർന്ന് ഇതുവരെ കൊണ്ടെത്തിച്ചല്ലോ കാര്യങ്ങൾ. ഇനി അങ്ങോട്ട് എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞു തന്നാ മതി. നീ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ യശോദേ? അവന്റെ മനസ്സിലൊരു പെണ്ണുണ്ടായിരുന്നു എന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവൻ ഒറ്റയ്ക്ക് ചെയ്തതാ. നീ വിചാരിക്കുന്നുണ്ടോ മായയുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഞാൻ ജയകൃഷ്ണനെ പറഞ്ഞു വിടുമെന്ന്? ഇപ്പൊ എനിക്ക് വിശ്വാസമായി നിങ്ങൾ അതും അതിലപ്പുറം ചെയ്യുമെന്ന്. അച്ഛനും മോനും നല്ല കൂട്ടുകാരായിരുന്നല്ലോ. എന്നെ കാണുമ്പോ മാത്രമല്ലേ ജയകൃഷ്ണന് പകയും വെറുപ്പൊക്കെ? ഞാനവന്റെ പെറ്റ തള്ളയായിട്ട് പോലും എന്നെ കാണുന്ന അവന് ഇഷ്ടമല്ല. അവനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞേനെ ദാ ഇപ്പോഴും കോലാഹലം അടങ്ങിയിട്ടില്ല. എങ്ങനെയെങ്കിലും കൊണ്ടുപോണ്ടേ അവനെ കല്യാണത്തിന്? അത്ര എളുപ്പമൊന്നും കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഹർഷനെ ആണെങ്കിൽ കാണാനുമില്ല. ഹർഷൻ ആ സാമദ്രോഹിയുടെ പേര് ഇവിടെ മിണ്ടി പോകരുത്. എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം അവൻ ഒറ്റ ഒരുത്തനാ. ഈശ്വര, ജയകൃഷ്ണനെ എങ്ങനെ തറവാട്ടുകാവിൽ എത്തിക്കും ഞാൻ? വാ മോളെ, കാവിൽ എല്ലാരും എത്തിയിട്ടുണ്ട്. വാ. അല്ല, നീ ഇതുവരെ റെഡിയായില്ലേ? എന്തിനാ? എടാ, നമുക്കുടനെ തറവാട്ടുകാവിലേക്ക് പോണം. അവിടെ എന്താ പ്രശ്നം? നീ എന്താടാ ഇങ്ങനെ? യമുനൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ വൈകി. എന്റെ മോൻ വേഗം കുളിച്ച് റെഡിയാവും. ഇപ്പോഴെന്താ വല്ലാത്തൊരു സ്നേഹം? എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ പോവാണല്ലേ? അതിന്റെ സന്തോഷമായിരിക്കും. ദാ നീ ഇത് കൊടുത്തേ. കൊല്ലാൻ കൊണ്ടുപോകുമ്പോ എന്തിനാ ഇതൊക്കെ? ഇത്ര നാളെ എന്റെ മോൻ ഈ അമ്മയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞു. ഇത് അവസാനമായിട്ട് പറയുക. ഇന്ന് നീ തറവാട്ട് കാവിലേക്ക് വന്നില്ലെങ്കിൽ ഈ അമ്മയുടെ ശവം കാണേണ്ടി വരും. പേടിപ്പിക്കാൻ പറയുന്നതല്ല, ശരിക്കും ചെയ്യും ഞാൻ.
കല്യാണത്തിന് ഉടുക്കാൻ തന്ന മുണ്ട് നിനക്ക് വേണ്ടെങ്കിൽ മാറ്റി വെച്ചേക്ക്. ചത്ത് കിടക്കുമ്പോ ഈ അമ്മയെ പുതപ്പിക്കാൻ വേണ്ടി വരും. ശത്രുക്കളോട് ക്ഷമിക്കാനും അവർക്ക് ജീവിതം തിരിച്ചു കൊടുക്കാനും ആരാ നിന്നെ പഠിപ്പിച്ചത്? എനിക്കറിയണം ഭരത, എന്തിനാ നീ അവളെ കൊല്ലാതെ തിരിച്ചു വന്നത്? പറയാൻ. നീ തിരിച്ചു വന്നത് എന്നെ തോൽപ്പിക്കാനാണോ? ഇനി എനിക്ക് ആരെയും കൊല്ലാൻ വയ്യ. ആരെയും കൊല്ലാതെ ഈ ലോകത്ത് നിനക്ക് ജീവിക്കാൻ പറ്റില്ല ഭരത. ജന്മനാ ഗുണ്ടയായ ഒരാൾക്ക് മരണം വരെ മനുഷ്യനെ പോലെ ജീവിക്കാനും കഴിയില്ല. അവസാന ശ്വാസം നിലയ്ക്കുന്നവരെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ഞാൻ ശ്രമിക്കും. ഒരപേക്ഷയുണ്ട്, ഇനി നമ്മൾ തമ്മിൽ കാണരുത്. തല്ലാനും കൊല്ലാനും ഇനി എന്നോട് പറയരുത്. നന്ദിനിക്ക് മാത്രമല്ല, എൻ്റെ മുഴുവൻ ശത്രുക്കൾക്കും ഞാൻ മാപ്പ് കൊടുത്തു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? മാപ്പ് കൊടുത്തു കഴിഞ്ഞെന്നോ? മാപ്പ് കൊടുക്കാൻ നീ ആരടാ? നീ കൊന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ കൊല്ലോളെ. വേണ്ടി വന്ന നിന്റെ മുമ്പിലിട്ട് തന്നെ. അത് നടക്കില്ല മുതലാളി. ഇനി അവളെ നിങ്ങൾക്ക് തൊടാൻ പോലും പറ്റില്ല. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കൊലയാളിയാക്കി മാറ്റി കൂടെ നിർത്താനാ തെരുവിൽ നിന്ന് നിന്നെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നത്. എന്റെ കാലശേഷം ഞാൻ ഉണ്ടാക്കിയല്ല നിനക്ക് തരാൻ. നാട് ഉറപ്പിക്കുന്ന ഒരു അധോലോക രാജകുമാരനാക്കി മാറ്റാൻ. ആ മോഹത്തിൽ വാസന്തി തുടക്കത്തിലെ മുറിവേൽപ്പിച്ചു. അവൾക്ക് വേണ്ടിയിരുന്നത് ചാവുമ്പോ തലവടിക്കാൻ ഒരു സൽപുത്രനെ. എന്റെ ചോറ് തിന്നുണ്ടാതെ തടി. ഞാൻ ഉണ്ടാക്കി തന്നത് ഈ ചങ്കുറപ്പ്. ഞാനിട്ട് തന്ന തീപ്പൊരിയ നിന്റെ കണ്ണിലിപ്പോ കനലായി കത്തുന്നത്. ഒരപേക്ഷയുണ്ട്, ഇനി നമ്മൾ തമ്മിൽ കാണരുത്. തല്ലാനും കൊല്ലാനും ഇനി എന്നോട് പറയരുത്. നന്ദിനിക്ക് മാത്രമല്ല, എൻ്റെ മുഴുവൻ ശത്രുക്കൾക്കും ഞാൻ മാപ്പ് കൊടുത്തു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? മാപ്പ് കൊടുത്തു കഴിഞ്ഞെന്നോ? മാപ്പ് കൊടുക്കാൻ നീ ആരടാ? നീ കൊന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ കൊല്ലോളെ. വേണ്ടി വന്ന നിന്റെ മുമ്പിലിട്ട് തന്നെ. അത് നടക്കില്ല മുതലാളി. ഇനി അവളെ നിങ്ങൾക്ക് തൊടാൻ പോലും പറ്റില്ല. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കൊലയാളിയാക്കി മാറ്റി കൂടെ നിർത്താനാ തെരുവിൽ നിന്ന് നിന്നെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നത്. എന്റെ കാലശേഷം ഞാൻ ഉണ്ടാക്കിയല്ല നിനക്ക് തരാൻ. നാട് ഉറപ്പിക്കുന്ന ഒരു അധോലോക രാജകുമാരനാക്കി മാറ്റാൻ. ആ മോഹത്തിൽ വാസന്തി തുടക്കത്തിലെ മുറിവേൽപ്പിച്ചു. അവൾക്ക് വേണ്ടിയിരുന്നത് ചാവുമ്പോ തലവടിക്കാൻ ഒരു സൽപുത്രനെ. എന്റെ ചോറ് തിന്നുണ്ടാതെ തടി. ഞാൻ ഉണ്ടാക്കി തന്നത് ഈ ചങ്കുറപ്പ്. ഞാനിട്ട് തന്ന തീപ്പൊരിയ നിന്റെ കണ്ണിലിപ്പോ കനലായി കത്തുന്നത്. സ്വന്തമായി നിനക്ക് ഒന്നുമില്ല ഭരത. എല്ലാം എന്റെയാ. ഭരതൻ എന്ന പേര് പോലും. അവൻ പൊയ്ക്കോട്ടെ വിശ്വട്ടാ. മനസ്സ് മാറിയെന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം അവൻ നല്ലവനായി എന്നല്ലേ? നല്ലവനായി ജീവിച്ചോട്ടെ വിശ്വട്ടാ. അവൻ പൊയ്ക്കോട്ടെ. പ്രതീക്ഷയോടെ 8 വർഷം കാത്തിരുന്നിട്ട് പെട്ടെന്ന് എന്റെ മുന്നിൽ വന്ന് മനസ്സ് മാറി പറഞ്ഞാൽ അവനെ കൊല്ലണ്ടേ ഞാൻ? വിട്ടേക്ക് മുതലാളി. എന്റെ മുന്നിൽ വെച്ച് ഇവരുടെ മുടിനാരിഴയ്ക്ക് പോലും കേടുപറ്റിയാൽ എനിക്ക് ഭരതൻ എന്ന് പേരിട്ടത് നിങ്ങളാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. തല്ലാൻ പറഞ്ഞ കൊന്നിട്ട് വരുന്നവനാ ഭരതൻ. എതിരെ വരുന്നവനോട് ക്ഷമിക്കരുതെന്ന് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് നിങ്ങളാ. അറിയാലോ, അവരെനിക്ക് അമ്മ തന്നെയാണെന്ന്. പോട്ടെ. മാറടാ.
കൊല്ലാമായിരുന്നില്ലേ അവനെ? അവൻ ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. അവൻ തള്ളി പറഞ്ഞാൽ നമ്മൾ ആരും രക്ഷപ്പെടില്ല. മറ്റാരേക്കാളും കൂടുതലായി എനിക്കറിയാം അവനെ. ഒരു കാലത്തും അവൻ നമ്മളെ ഒറ്റ കൊടുക്കില്ല. നീണ്ട 8 വർഷം ഞാൻ അറിഞ്ഞതാ ഭരതനില്ലാത്ത കുറവ്. ഭരതന് തുല്യമായി ഭരതൻ മാത്രമേ ഉള്ളൂ. നല്ലവനാവാൻ ഈ സമൂഹം അവനെ ഒരിക്കലും അനുവദിക്കില്ല. പഴയതിലും കരുത്തനായവൻ തിരിച്ചു വരും. പിന്നെ റിവോൾവറങ്ങ് കൈ കൊടുത്താൽ മതി. താണ്ടവൻ തുടങ്ങുവൻ. അവൻ പൊയ്ക്കോട്ടെ വിശ്വട്ട. മനസ്സ് മാറിയെന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം അവൻ നല്ലവനായി എന്നല്ലേ? നല്ലവനായി ജീവിച്ചോട്ടെ വിശ്വട്ട. അവൻ പൊയ്ക്കോട്ടെ. പ്രതീക്ഷയോടെ 8 വർഷം കാത്തിരുന്നിട്ട് പെട്ടെന്ന് എന്റെ മുന്നിൽ വന്ന് മനസ്സ് മറിഞ്ഞവൻ പറഞ്ഞാൽ അവനെ കൊല്ലണ്ടേ ഞാൻ? വിട്ടേക്ക് മുതലാളി. എന്റെ മുന്നിൽ വെച്ച് ഇവരുടെ മുടിനാരിഴയ്ക്ക് പോലും കേടുപറ്റിയാൽ എനിക്ക് ഭരതൻ എന്ന് പേരിട്ടത് നിങ്ങളാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. തല്ലാൻ പറഞ്ഞ കൊന്നിട്ട് വരുന്നവനാ ഭരതൻ. എതിരെ വരുന്നവനോട് ക്ഷമിക്കരുതെന്ന് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് നിങ്ങളാ. അറിയാലോ, അവരെനിക്ക് അമ്മ തന്നെയാണെന്ന്. പോട്ടെ. മാറടാ. കൊല്ലാമായിരുന്നില്ലേ അവനെ? അവൻ ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. അവൻ തള്ളി പറഞ്ഞാൽ നമ്മൾ ആരും രക്ഷപ്പെടില്ല. മറ്റാരേക്കാളും കൂടുതലായി എനിക്കറിയാം അവനെ. ഒരു കാലത്തും അവൻ നമ്മളെ ഒറ്റ കൊടുക്കില്ല. നീണ്ട 8 വർഷം ഞാൻ അറിഞ്ഞതാ ഭരതനില്ലാത്ത കുറവ്. ഭരതന് തുല്യമായി ഭരതൻ മാത്രമേ ഉള്ളൂ. നല്ലവനാവാൻ ഈ സമൂഹം അവനെ ഒരിക്കലും അനുവദിക്കില്ല. പഴയതിലും കരുത്തനായവൻ തിരിച്ചു വരും. പിന്നെ റിവോൾവറങ്ങ് കൈ കൊടുത്താൽ മതി. താണ്ടവൻ തുടങ്ങുവൻ. മുഹൂർത്തമായല്ലോ. ജയനിവിടെ മോനെ. കാര്യമായിട്ട് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ. ബാക്കിയുള്ള ചടങ്ങുകൾ അവിടെയല്ലേ? എന്താ മോളെ, എന്താ ഉണ്ടായത്? രാവിലെ മുതൽ ജയേട്ടനെ കാണാനില്ലമ്മേ. കാണാനില്ലല്ലോ? എന്റെ ഗുരുവായൂരപ്പ, ഇനി എന്താ ചെയ്യാ? യശോദ എവിടെ? ഏട്ടനെ കാണാനില്ലെന്ന് അറിഞ്ഞത് മുതൽ അമ്മ വല്ലാത്തൊരവസ്ഥയിലാ. അച്ഛൻ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ട്. ഞാനിനി എന്ത് ചെയ്യും മോളെ? ജയൻ വന്നില്ലെന്ന് ഞാൻ യമുനോട് എങ്ങനെ പറയും? പറയാതെ പറ്റൂ അമ്മായി. സത്യം യമുനെ അറിയണ്ടേ? ഞാൻ പറയാം. പറഞ്ഞാൽ എന്റെ കുട്ടി, ഞാനിനി എന്ത് ചെയ്യും ഈശ്വര? ജയേട്ടനെവിടെ? അത് പിന്നെ യമുനേട്ടത്തി വിഷമിക്കരുത്. എന്താടി, ജയേട്ടൻ വന്നില്ല. ഈ കല്യാണം നടക്കില്ല. എന്റെ മോൾ വിഷമിക്കരുത്. ആര് പറഞ്ഞു എനിക്ക് വിഷമമുണ്ടെന്ന്? നിന്റെ മുഖം കണ്ടിട്ട്
ഈ അമ്മയ്ക്ക് പേടിയാവുന്നു മോളെ. നീ എന്താ ഇങ്ങനെ? അമ്മ പേടിക്കണ്ട, ഞാൻ ഒരു അവിവേകം കാണിക്കില്ല. എന്നാലും നിനക്കൊന്ന് കരഞ്ഞൂടെ മോളെ? അപ്പൊ കുറെയെങ്കിലും സമാധാനമാവില്ലേ? ഇത്രയും നാൾ ഞാൻ കരഞ്ഞതല്ലേ അമ്മേ, ഇനി കരയില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാലും ജയൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല മോളെ. ഞാനും കരുതിയില്ല. പക്ഷെ ജയേട്ടൻ മറക്കാൻ പറ്റില്ല മരണം വരെ. സാരമില്ല മോളെ, എല്ലാം നമ്മുടെ വിധിയാണെന്ന് സമാധാനിക്കും. അങ്ങനെ സമാധാനിക്കാൻ പറ്റില്ലമ്മേ. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ മോളെ? ഇനി ജീവിതത്തിൽ ഒരിക്കലും മായയ്ക്ക് ഞാൻ സ്വൈര്യം കൊടുക്കില്ല. അവളുടെ കണ്ണീര് തോരാൻ ഞാൻ അനുവദിക്കില്ല. ഇപ്പൊ എന്നെ തൊട്ടു നോക്കിയ അമ്മയ്ക്ക് കാണാം അച്ഛനെ. അച്ഛനും എന്നോട് ഇത് തന്നെയാ പറയുന്നേ. എന്തു പ്രാന്താ യശോദ നീ കാണിക്കുന്നത്? പ്രാന്തൊന്നുമല്ല, ഒരു ചിതയൊരുക്കുക ഞാന്. ചിതയോ? ചിത അറിഞ്ഞില്ലേ? എന്റെ മോൻ ജയകൃഷ്ണൻ ചത്തുപോയി. അവനു വേണ്ടി ഞാൻ ഒരുക്കുന്ന ചിതയാ. നമ്മുടെ മോനൊരു തെറ്റു പറ്റിപ്പോയി. അതിനിങ്ങനെയാണോ യശോദ ശിക്ഷിക്കുന്നത്? തെറ്റുപറ്റിയത് അവനല്ല, എനിക്കാ. ഇത്ര നാള് വളർത്തിയില്ലേ, ചോദിച്ചൊക്കെ കൊടുത്ത്. ഒരേ ഒരു കാര്യം മാത്രമല്ല ഞാൻ അവനോട് ആവശ്യപ്പെട്ടുള്ളൂ, യമുനെ കല്യാണം കഴിക്കാൻ. എന്നിട്ട് എന്റെ മുഖത്ത് കരിവാരി തെച്ചിട്ട് വലിയ വീട്ടിൽ യശോദയെ തോൽപ്പിച്ച് ഒരു പീറ പെണ്ണിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് പോയില്ലേ? അതാ ചത്തുന്ന് ഞാൻ പറഞ്ഞത്. ഇക്കാര്യത്തിൽ തെറ്റും ശരിയും നോക്കാൻ പറ്റില്ല യശോദ. നമുക്ക് തെറ്റായി തോന്നുന്ന കാര്യം അവനിപ്പോ ശരിയല്ലേ? മോനെ സപ്പോർട്ട് ചെയ്ത് ഒടുവിലവൻ നന്നായിട്ടൊരു പണി തന്നിട്ടും ഒന്നും പഠിച്ചില്ലേ നിങ്ങള്? നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടിട്ട് മതിയായില്ല. ജനിച്ചന്ന് തന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു എനിക്ക്. യശോദേ, മിണ്ടരുത്. ഇപ്പൊ നിന്നോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മോനോടുള്ള ദേഷ്യം മാറുമ്പോ തനിച്ചിരുന്ന് ചിന്തിച്ച് ഒരു നല്ല തീരുമാനമെടുക്ക്. മനസ്സിലായില്ല? നമുക്ക് അവരോട് ക്ഷമിക്കാം യശോദേ. എന്നിട്ട് എല്ലാ തെറ്റും ക്ഷമിക്കുന്ന കോടതിയാണ് അമ്മയുടെ ഹൃദയമെന്ന് നീ കേട്ടിട്ടില്ലേ? എന്നെ മനസ്സിലാക്കാത്തവരാരും ഈ വീട്ടിൽ താമസിക്കണ്ട. അവർക്കുള്ള സ്ഥാനം എന്റെ മനസ്സിനകത്തല്ല, പടിക്ക് പുറത്ത്. വലിയ വീട്ടിൽ യശോദ തോറ്റെന്ന് കരുതി മനസ്സിൽ ചിരിക്കുന്നുണ്ടാവും നിങ്ങള്. തോൽപ്പിച്ചത് മറ്റാരുമല്ല, സ്വന്തം മോൻ തന്നെയാ. അപ്പൊ നെഞ്ചു പിളരുന്ന വേദനയുണ്ടാവും. അതുകൊണ്ട് അവൻ ചത്തുവെന്ന് കരുതി മുറ്റത്ത് ചിതയൊരുക്കിയത്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് വലിയ വീട്ടിൽ യശോദയുടെ മറ്റൊരു മുഖമാ. ഈ യശോദ തോറ്റുപോയിട്ടില്ലെന്ന് കാണിച്ചു കൊടുക്കണം. ഒരു വട്ടമെങ്കിലും എനിക്ക് അവരുടെ മുന്നിൽ ജയിക്കണം. ജയിച്ചേ പറ്റൂ. ഇനി അതിനു വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്, അതിനു വേണ്ടി മാത്രം. ദുബായിലായിരുന്നതുകൊണ്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. എന്നാലും അറിയുന്നുണ്ടായിരുന്നല്ലോ ഇവിടുത്തെ സംഭവവികാസങ്ങളെല്ലാം. ലോകം വിരൽത്തുമ്പിൽ കറങ്ങല്ലേ മഹേന്ദ്ര. ഒരു സ്വിച്ച് ഇട്ടാൽ സിസ്റ്റത്തിൽ തെളിഞ്ഞവരില്ലേ എനിക്കറിയേണ്ടതല്ല. ഭരതനും നിങ്ങളും ചേർന്ന് നടത്തുന്ന പുതിയ നാടകം അസലായി. അഭിനന്ദിക്കാൻ വന്നതാ ഞാൻ. തിരക്കഥ എഴുതിയത് ദുബായിൽ വെച്ചായിരുന്നു അല്ലേ? മനസ്സിലായില്ല. നന്ദിനിയെ കാണാൻ വന്നിരുന്നു ഇരട്ടച്ചങ്കുള്ള ഭരതൻ. അതെ, വന്നിരുന്നു. കാറ്റുപോലെ. മനസ്സിലായല്ലോ അവന്റെ കരുത്ത്. കൊല്ലാൻ വന്ന അവനെന്തിനാ നന്ദിനിയോട് മാപ്പ് പറഞ്ഞ് തിരിച്ചു പോയത്? ആ കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഇതുവരെ. ആലോചിച്ചപ്പോ ഒരു സത്യം മനസ്സിലായി. ബുദ്ധിരാക്ഷസനല്ലേ ഭരതൻ. നല്ലവനായി ഇന്ന് നാട് നീളെ പറഞ്ഞു നടന്നിട്ട് പിന്നെ ഒരു സ്ഫോടനം നടത്താനുള്ള ഒരുക്കത്തിലല്ലേ നിങ്ങൾ? പക്ഷേ മൃഗമായി ജീവിച്ച ഭരതൻ
എത്ര കൊല്ലം കഴിഞ്ഞാലും മനുഷ്യനായി തിരിച്ചു വരില്ല എന്ന് എനിക്കറിയാം. ദുബായിലായിരുന്നതുകൊണ്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. എന്നാലും അറിയുന്നുണ്ടായിരുന്നല്ലോ ഇവിടുത്തെ സംഭവവികാസങ്ങളല്ല. ലോകം വിരൽത്തുമ്പിൽ കറങ്ങല്ലേ മഹേന്ദ്ര. ഒരു സ്വിച്ച് ഇട്ടാൽ സിസ്റ്റത്തിൽ തെളിഞ്ഞു വരില്ലേ എനിക്കറിയേണ്ടതെല്ലാം. ഭരതനും നിങ്ങളും ചേർന്ന് നടത്തുന്ന പുതിയ നാടകം അസലായി. അഭിനന്ദിക്കാൻ വന്നതാ ഞാൻ. തിരക്കഥ എഴുതിയത് ദുബായിൽ വെച്ചായിരുന്നു അല്ലേ? മനസ്സിലായില്ല. നന്ദിനിയെ കാണാൻ വന്നിരുന്നു ഇരട്ടച്ചങ്കുള്ള ഭരതൻ. അതെ, വന്നിരുന്നു. കാറ്റുപോലെ. മനസ്സിലായല്ലോ അവന്റെ കരുത്ത്. കൊല്ലാൻ വന്ന അവനെന്തിനാ നന്ദിനിയോട് മാപ്പ് പറഞ്ഞ് തിരിച്ചു പോയത്? ആ കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഇതുവരെ. ആലോചിച്ചപ്പോ ഒരു സത്യം മനസ്സിലായി. ബുദ്ധിരാക്ഷസനല്ലേ ഭരതൻ. നല്ലവനായി ഇന്ന് നാട് നീളെ പറഞ്ഞു നടന്നിട്ട് പിന്നെ ഒരു സ്ഫോടനം നടത്താനുള്ള ഒരുക്കത്തിലല്ലേ നിങ്ങൾ? പക്ഷേ മൃഗമായി ജീവിച്ച ഭരതൻ എത്ര കൊല്ലം കഴിഞ്ഞാലും മനുഷ്യനായി തിരിച്ചു വരില്ല എന്ന് എനിക്കറിയാം. അറിയാമെങ്കിൽ പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? സാധാരണ ചെയ്യാറുള്ള പോലെ ഗോൾഡൻ ഡയലോഗ് പറഞ്ഞ് പൊടിയും തട്ടി തിരിച്ചു പോകാനോ? അല്ല, സംശയാസ്പദമായ രീതിയിൽ എവിടെ വെച്ച് ഭരതനെ കണ്ടാലും ഞങ്ങൾ പൊക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞു തരാൻ വന്നതാ. അവനെ കസ്റ്റഡി കിട്ടിയപ്പോ ഒരേ ഒരു ചോദ്യമേ ഞാൻ ചോദിച്ചുള്ളൂ. ആരാ എൻ്റെ അച്ഛനെ കൊന്നതെന്ന് മാത്രം. മിടുക്കനാ അവൻ. ഒരക്ഷരം പോലും പറഞ്ഞില്ല. ഇനി കസ്റ്റഡി കിട്ടിയാലും ഞാൻ അതേ ചോദിക്കൂ. ഉത്തരം കിട്ടിയാ പിന്നെ എനിക്ക് വരാനുള്ളത് ഇങ്ങോട്ടാ. നിങ്ങളെ വിലങ്ങണീച്ച് ഘോഷയാത്രയായി നാട്ടുകാരുടെ മുന്നിലൂടെ കൊണ്ടുപോകാൻ. കൊണ്ടുപോയിക്കോളൂ, അതിനെന്താ? തത്സമയ സംപ്രേഷണം ഞാൻ തന്നെ അറേഞ്ച് ചെയ്തു തരാം. ലൈവ് ടെലികാസ്റ്റ്. പക്ഷേ അതുവരെ ജീവിച്ചിരിക്കണം നീ. കാണാം. അറിഞ്ഞു കാണുമല്ലോ കാര്യങ്ങളൊക്കെ. അറിഞ്ഞു. സന്തോഷമായില്ലേ നിനക്ക്? നിന്റെ കല്യാണം മുടങ്ങിയതിന് ഞാനെന്തിനാ സന്തോഷിക്കുന്നത്? ഇനി നിനക്കും ചേട്ടനും ഒന്നിച്ച് ജീവിക്കല്ലോ. ഇടയിൽ ശല്യപ്പെടുത്താൻ ഞാൻ ഉണ്ടാവില്ലല്ലോ. യമുന കാര്യം അറിയാതെ സംസാരിക്കുകയാണ്. നിന്റെ കല്യാണം മുടക്കിയത് ഞാനല്ല. അഭിനയിക്കണ്ട. നിന്റെ ഈ ചന്തം കണ്ട് മയങ്ങിപ്പോയതാ ജയേട്ടൻ. അല്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. നീ തെറ്റിദ്ധരിച്ചാ സംസാരിക്കുന്നത്. ജയകൃഷ്ണനോട് സഹതാപം ഉണ്ടെന്നുള്ളത് നേര്. പക്ഷേ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ അയാളെ കണ്ടിട്ടില്ല. പക്ഷേ ജയേട്ടൻ നിന്നെ കണ്ടത് ഏത് രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നിന്റെ കല്യാണം മുടങ്ങിയതിൽ സത്യമായിട്ട് എനിക്ക് ദുഃഖമുണ്ട്. ഒരുപാട് തവണ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ മറക്കാനും നിന്നെ കല്യാണം കഴിക്കാനും. നിന്റെ ശുപാർശ ഉണ്ടായിരുന്നിട്ട് പോലും ജയേട്ടൻ കാവില് വന്നില്ല മായേ. അതിനൊരേ ഒരു അർത്ഥമേ ഉള്ളൂ, നീ. മനസ്സറിയാത്ത കാര്യത്തിന് എന്നെ വെറുതെ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കില്ലായിരുന്നു. വലിയ വീട്ടിലേക്ക് ഏട്ടൻ ഒരിക്കലും എന്നെ അയക്കില്ല. വലിയ വീട്ടിലേക്ക് വരണ്ട, വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാലോ. ആകെ ഉണ്ടായിരുന്ന ശല്യം ഞാനല്ലേ, ഇനി അതുണ്ടാവില്ലല്ലോ. നിന്റെ മനസ്സ് ഞാൻ കാണുന്നുണ്ട് യമുനെ. നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത്. കല്യാണക്കത്തു അടിച്ച് നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ച് കാവില് കല്യാണ ചെറുക്കാൻ വരുമെന്ന് കരുതി കാത്തിരിക്കുന്ന ഒരു പെണ്ണിനെ സിനിമയിലും സീരിയലിലും ഒക്കെ ധാരാളം കണ്ടിട്ടുണ്ടാവും. പക്ഷെ താലി കെട്ടാൻ നേരത്തെ ജയേട്ടൻ വരില്ലാന്നറിഞ്ഞ് കരയാൻ പോലും കഴിയാതെ തളർന്നു നിന്നുപോയൊരു പെണ്ണിനെ നീ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. നീ പറയാതെ തന്നെ എനിക്കറിയാം യമുനെ, നീ അന്ന് അനുഭവിച്ച മാനസിക സംഘർഷം. പക്ഷേ എനിക്കതിൽ യാതൊരു പങ്കുമില്ല. കാണുമ്പോഴൊക്കെ ജയകൃഷ്ണനോട് നിന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആദ്യം വന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ നിന്റെ മനസ്സ് കണ്ടിരുന്നു. ജയകൃഷ്ണനോട് നിനക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്നും അറിഞ്ഞിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് വേണ്ടിയായിരുന്നില്ല, നിനക്ക് വേണ്ടിയായിരുന്നു. ജയകൃഷ്ണന്റെ കണ്ണിൽപ്പെടാതെ പലപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് ഞാൻ. പക്ഷേ ജയേട്ടന്റെ മനസ്സിലിപ്പം ഞാനില്ല, നീ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടു നിന്നോടുള്ള ഇഷ്ടം. ഇപ്പൊ എനിക്കറിയാം, നിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഒരിക്കലും ജയേട്ടൻ എനിക്ക് കിട്ടില്ല. അതെന്റെ തെറ്റല്ലല്ലോ യമുനെ. തെറ്റും ശരിയൊന്നും എനിക്കറിയില്ല. ഒന്നുകിൽ നീ ഒരു വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ എന്നേക്കുമായി നീ എനിക്ക് വഴിയൊഴിഞ്ഞു തരണം. ജയേട്ടനില്ലാതെ എന്റെ ജീവിതം പൂർണ്ണമാവില്ല. ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു ഓർമ്മയായിട്ട് പോലും നീ വരരുത്. വന്നാൽ ഞാനത് ക്ഷമിച്ചെന്ന് വരില്ല മായേ. ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് ഇങ്ങനെയോ ആവില്ല.